കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് രണ്ട് ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രാജ്യസഭാംഗമായ CPM നേതാവ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം തന്നെ തനിക്ക് RSSൻ്റെ വധഭീഷണിയുണ്ട് എന്ന് പറയുകയായിരുന്നു ചെയ്തിരുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. കാരണം RSSൻ്റെ വധഭീഷണിയുള്ള എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ RSS ആർക്കെതിരെയും വധഭീഷണി പുറപ്പെടുവിച്ചില്ലെങ്കിലും RSS മുഖപത്രമായ ഓർഗനൈസർ ഇപ്പോഴത്തെ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കാളികളാകാതെ അതിന് പിറകിൽ നിന്ന് പ്രവർത്തിച്ച പാർട്ടികളിൽ പെടാത്തതായ കുറേ ആളുകളുടെ പട്ടിക ഇറക്കിയിരുന്നു. അതിൽ മൂന്നാമതായിട്ട് തൻ്റെ പേരുണ്ട്. അതുകൊണ്ട് RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് താൻ എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ഏതായാലും ബ്രിട്ടാസിന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനം ഉയരുകയാണ്. ചിലർ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പലരും അദ്ദേഹത്തെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. CPMൻ്റെ 2 രാജ്യസഭാംഗങ്ങൾ അവരാണിപ്പോൾ അവരുടെ കാലാവധിയാണ് ഈ അടുത്ത് കഴിയാൻ പോകുന്നത്, ശിവദാസിൻ്റെയും ബ്രിട്ടാസിൻ്റെയും. അപ്പോൾ ഈ കാലാവധി കഴിയുന്ന സമയത്ത് ഒരാളെ തന്നെ, 2-ൽ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ അല്പമെങ്കിലും സാധ്യതയുള്ളൂ. കാരണം എളുപ്പത്തിൽ ജയിച്ച് കയറാനുള്ള കേരളത്തിന് രാജ്യസഭയിൽ എത്താനുള്ള സംഖ്യ CPMനില്ല. കാരണം രാജ്യസഭയിൽ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ 3 പേരെയാണ്. അപ്പം 3 പേരെ തിരഞ്ഞെടുക്കണമെങ്കിൽ കേരളത്തിലെ 140 നിയമസഭാ അംഗങ്ങളിൽ നിന്ന് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കൂട്ടി, അതായത് 36 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റൂ. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ 2 UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും. CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 36 വേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അടുത്ത റൗണ്ടിൽ അവർക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റ് ഉറപ്പിക്കാനാണ് ബ്രിട്ടാസ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് സാമൂഹ്യ നിരീക്ഷകനായ ജയശങ്കർ ബ്രിട്ടാസിൻ്റെ പഴയ കഥകളൊക്കെ എടുത്തുകൊണ്ട് വിമർശിക്കുന്നത്. അദ്ദേഹം ഒരു കഥ പറഞ്ഞത്, നമ്മൾ കൊച്ചിയിൽ വിവാദമായ ഒരു കെട്ടിടം പൊളിച്ചിരുന്നു. അവസാനം സർക്കാർ കോടതി ഇടപെട്ടിട്ട് പൊളിച്ചു. ആ പൊളിച്ച മരടിലെ ഫ്ലാറ്റിനകത്ത് ഇദ്ദേഹത്തിന് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. അതെന്തെങ്കിലും ആവട്ടെ. രണ്ടാമത്തെ ആരോപണം വിക്കിലീക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ വിക്കിലീക്സിനകത്ത് ഇദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുത്തു, അല്ലെങ്കിൽ CPMൻ്റെ രഹസ്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ജയശങ്കർ ആരോപിച്ചത്. പക്ഷേ വിക്കിലീക്സിൽ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ബ്രിട്ടാസിനെ ഒരു ചേരിയുടെ വക്താവായിട്ട്, CPMനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ചേരിയുടെ വക്താവായിട്ടാണ് അവർ കാണുന്നത്. ഒന്ന് VS അച്യുതൻ 2008 നടന്ന വിക്കിലീക്സിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ ഡിപ്ലോമാറ്റുകളൊക്കെ അയക്കുന്ന വാർത്തകൾ ഒടുവിൽ ലീക്കാവുന്നതാണിത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള കടുത്ത വരട്ടുവാദികൾക്കെതിരായിട്ടുള്ള കുറച്ചുകൂടി ലിബറലുകളായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ സാമ്പത്തികമായ പരിഷ്കാരങ്ങൾ വരണം എന്ന് പറയുന്ന പരിഷ്കരണവാദികളുടെ ഒരു വിഭാഗമായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളത്. പക്ഷേ പിണറായി വിജയൻ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് തന്നെ അറിയാമെങ്കിലും അച്യുതാനന്ദനെ പോലുള്ള കടുത്ത തീവ്രപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി പുരോഗമന പക്ഷക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ലിബറലായിട്ടുള്ള ആളുകളാണ് പിണറായി വിജയൻ്റെ ആൾ. ആ ആളുടെ ഒരു വക്താവായിട്ടാണ് ഈ ബ്രിട്ടാസിനെ ഇതിനകത്ത് കണക്കാക്കുന്നത്. ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ബ്രിട്ടോ എന്നൊക്കെയാണ് SFIക്കകത്ത് നമ്മൾ അറിയപ്പെട്ടിരുന്നത്, സൈമൺ ബ്രിട്ടോ. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹം ദേശാഭിമാനിയുടെ ലേഖകനായിരുന്നു, കൈരളിയിലുണ്ടായിരുന്നു, പിന്നീട് ഏഷ്യാനെറ്റിൽ പോയി, വീണ്ടും കൈരളിയിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം, അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, അദ്ദേഹത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടി, പത്രപ്രവർത്തനം എന്ന നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പാർലമെൻറ്റ് അകത്ത് നിന്ന്, അതായത് കേരളത്തിൽ ഏറ്റവും കൊടുമ്പിരി കൊണ്ട ഒരു വിവാദമായിരുന്നു PM ശ്രീ പദ്ധതി. PM ശ്രീ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് BJP സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. തങ്ങൾ ആ പദ്ധതിയിൽ ചേരില്ല എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തീരുമാനം. പക്ഷേ CPI ഒന്നും അറിയിക്കാതെ, മന്ത്രിസഭ പോലും അറിയാതെ അവസാനം കേരളത്തിലെ സർക്കാർ PM ശ്രീയിൽ ഒപ്പിടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം ഇടതുപക്ഷം നിങ്ങൾ UDF അതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾ എന്തിനായിരുന്നു ഒപ്പിട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ഫണ്ട് കിട്ടാൻ PM ശ്രീയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സമഗ്ര ശിക്ഷാ കേരളയുടെ ഫണ്ട് കിട്ടാൻ PM ശ്രീയിൽ ഒപ്പിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ എന്തിനാണ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. PM ശ്രീയിൽ ഒപ്പിട്ട സമയത്ത്
അതായത് CPIയെ പോലും അറിയിക്കാതെ, മന്ത്രിസഭയെ അറിയിക്കാതെ PMCയിൽ ഒപ്പിട്ട സമയത്ത് വിവാദമുണ്ടായി. ആ സമയത്ത് പാർലമെൻറ്റിൽ ഈ ഒപ്പിട്ടതിന് ശേഷം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് കേരള സർക്കാർ ഒപ്പിടാൻ തയ്യാറായിരിക്കുന്നു, നല്ല കാര്യം. ഇതിന് ഞങ്ങളുടെ ഇടയിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇടയിൽ പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് പാർലമെൻറ്റിൽ പരസ്യമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യമാണ്. അത് ഓൺ റെക്കോർഡുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം BJPയുടെയും CPMൻ്റെയും ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് വർക്ക് ചെയ്തത് എന്നാണ് അതിനെ പ്രതിപക്ഷം, അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം വ്യാഖ്യാനിച്ചു. ഇപ്പോൾ അവർ കേരളത്തിൽ UDF അവർ ഭരണകക്ഷിയായി. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ പാർട്ടിക്കാരുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു ലൈസനുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ജയശങ്കർ പറയുന്ന അദ്ദേഹം അമേരിക്കയ്ക്ക് CPMൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നു എന്നാണ്. ഏതായാലും CPMന് അതിന് മാത്രം എന്ത് രഹസ്യമുണ്ടെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷേ ഈ രേഖകൾ, വിക്കിലീക്സ് രേഖകളിലൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഏതായാലും ബ്രിട്ടാസ് ഇപ്പോൾ ഒരു സെൻട്രൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് വാർത്തയുടെ കാര്യത്തിൽ. പക്ഷേ അത് എത്രത്തോളം അദ്ദേഹത്തിന് ഗുണകരമാവും എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം CPMനെ പോലെയുള്ള ഇപ്പോൾ കേരളത്തിലും ബംഗാളിലൊക്കെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കേഡർ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പാർട്ടിയാണ് CPM. അതിനകത്ത് ഐഡിയോളജിക്കും തത്വചിന്തയ്ക്കും പാർട്ടി സംഘടനാ ശാസ്ത്രത്തിനും ഒക്കെ ഒരു കാര്യമായ മേൽക്കോയ്മയുള്ളൊരു പാർട്ടിയാണ്. ഇടക്കാലത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പാർട്ടി അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ്റെ പൂർണ്ണമായ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം പാർട്ടിക്ക് വന്നതോടുകൂടി ചില ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളത് പാർട്ടിക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് അവർ പാർട്ടിയെ തോൽപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും പാർട്ടി എന്ന് പറയുന്നൊരു സംവിധാനം അവർക്കുണ്ട്. പക്ഷേ അത് ശക്തമാണോ എന്ന് ചോദിച്ചാൽ ശക്തമല്ല. ഇപ്പോൾ തന്നെ അവർ ഏറ്റവും അധികം ഉയർത്തി കാണിക്കുന്ന ഒരു നേതാവാണ് JNU ചെയർപേഴ്സണായിരുന്ന ഐഷി ഘോഷ്. ആ ഐഷി ഘോഷിനെ CPMൻ്റെ എത്രയോ കാലമായിട്ട്, സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 64-ന് ശേഷം CPMും ജയിച്ചു വരുന്ന പശ്ചിമ ബംഗാളിലെ സീറ്റിൽ ഈ ഐഷി ഘോഷെ നിർത്തിയിട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരുന്ന സംഭവമാണ്. പാർട്ടിയുടെ സ്ഥിതിയാണത്. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് CPM നിലനിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്ന CPMന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു നേതൃസ്ഥാനത്തേക്ക് ബ്രിട്ടാസിന് വരാൻ പറ്റുമോ? ബ്രിട്ടാസ് പാർട്ടി ജനറൽ സെക്രട്ടറി ആവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ ഒന്നുമല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയത്. പക്ഷേ അതിനുള്ള സാധ്യത കൽപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു മുഖം ഇന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഹർകൃഷ്ണൻ സിംഗ് സുർജിത് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രകാശ് കാരട്ട് ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷത്തിൽ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളിലൊക്കെ തന്നെ സ്വീകാരനായ ഒരു, കോൺഗ്രസ്സുകാർക്കൊക്കെ വലിയൊരു സ്വീകാരനായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. പക്ഷേ അവരുടെ അടിത്തറ ഇളകിപ്പോയി. പക്ഷേ അവർക്ക് നേതാവില്ല. ഇന്ന് MA ബേബി ആണെങ്കിൽ അങ്ങനെ ആർക്കും അറിയാത്തൊരു നേതാവാണ്. കുറേ വർഷം അദ്ദേഹം, ഇപ്പം P രാജീവനും KN ബാലഗോപാലിനൊക്കെ മുമ്പ് അദ്ദേഹം 2-3 തവണ രാജ്യസഭാംഗമായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവല്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക്, കാരണം ബംഗാളിൽ നിന്നൊന്നും അങ്ങനെ വലിയൊരു നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടില്ല. പിന്നെ ജനപിന്തുണയുള്ളൊരു സംസ്ഥാനത്തെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോഴത്തെ ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തതോടുകൂടി, കാരണം എങ്ങനെ RSSൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് താനെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വില കുറച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ എങ്ങനെയെങ്കിലും രാജ്യസഭയിലേക്ക് ജയിക്കാനാണ് ഈ വേലകളൊക്കെ കാണിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനം. അപ്പം ജയശങ്കർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് രേഖകളിൽ എത്രത്തോളം നമ്മൾ കാണുന്ന, അതായത് പബ്ലിക് ഡൊമൈനിലുള്ള വിക്കിലീക്സ് രേഖകളിലൊന്നും തന്നെ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടെടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഏതായാലും ജോൺ ബ്രിട്ടാസിന് വാർത്താ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ നല്ലതിനേക്കാണോ മോശത്തിലേക്കാണോ? കാരണം ഇനി ഈ ഒരു രാജ്യസഭാംഗത്വവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഡൽഹിയിൽ വെറും ഒരു ദല്ലാളായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം അത് പാർലമെൻറ്റ് അംഗവും അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹിത്വമൊക്കെ ഇല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് പിന്നെ വീണ്ടും പത്രക്കാരനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടും. ഒരു പാർട്ടിക്ക് വേണ്ടി നിന്ന ആൾക്ക് വീണ്ടും ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തനമായിട്ട് നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ബ്രിട്ടാസിൻ്റെ നല്ല കാലമാണോ വരുന്നത്, മോശം കാലമാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, അതായത് മിനിമം രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും നമുക്ക് അറിയാം.